നമസ്കാരം, ഞാൻ സാജൻ, ചക്കരയുമ്പ സാജൻ. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഷൂട്ടിങ്ങിന് പോയിട്ട് കലക്കി എന്നൊരു സംഭവമുണ്ട് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്. എന്തിനു മമ്മൂട്ടി അത് ചെയ്തു? മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ എന്തിനാണ് മമ്മൂട്ടിക്കുള്ള പ്രചോദനം? ആരാണ് അങ്ങനെ അയച്ചത്? പിന്നിൽ പ്രവർത്തിച്ചതാരാണ്? അതിനു മുമ്പ് സംഭവം പറയാനായിട്ട് ഒരു കാരണമുണ്ടായി. ഞങ്ങൾ കഴിഞ്ഞ ഈ ഏപ്രിൽ 27 80 മദ്രാസ് മെയിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം, അതായത് 80കളിൽ ഞങ്ങൾ മദ്രാസിൽ ക്യാമറാമാൻ, ഡയറക്ടർ, എഡിറ്റർ, ഫിലിം അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ, സിനിമയിലെ നാനാ തുറകളിലുമുള്ള ആൾക്കാർ 80കളിൽ ഞങ്ങൾ മദ്രാസിൽ പല പല ലോഡ്ജുകളിൽ താമസിച്ചിരുന്നു. പിന്നെ ചില ആൾക്കാർ സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു. ഞങ്ങളൊരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നത്. പല ഇന്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ നമ്മളൊരു ഇപ്പൊ ഈ കാലത്ത് കുടുംബ സംഗമം എന്നൊക്കെ പറയില്ലേ, അതൊരു സംഗമമായിരുന്നു. നമ്മൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ആയിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത്. കഴിഞ്ഞ വർഷം അത് തിരുവനന്തപുരത്തായിരുന്നു. അന്ന് ഏതാണ്ട് 100ഓളം ആൾക്കാരാണ് പ്രതീക്ഷിച്ചെങ്കിലും ഒരു 65-70 പേരാണ് ഉണ്ടായിരുന്നുള്ളത്. അത് സത്യം പറഞ്ഞാൽ എന്നെ ക്ഷണിച്ചിരുന്നു. അന്ന് ഞാൻ മാഹിയിൽ ഒരു ഡിസ്കഷനിൽ പോയിരുന്നു. ആ ഷൂട്ടിങ്ങിന്റെ ചർച്ച ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ. സിനിമ എങ്ങനെയാണ് നമ്മൾ ഇന്ന് നടക്കുന്ന ആളെ നടക്കുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ കുറച്ച് മുമ്പ് കൊച്ചിയിൽ ഇരുന്നൊരു സ്ക്രിപ്റ്റ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് പൂർണ്ണ രൂപം എത്തി. അപ്പം മാസങ്ങളോളം ചില ചർച്ചകളായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് നടക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സിനിമയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം കണ്ടപ്പോൾ ഭാഗ്യലക്ഷ്മി എന്നോട് ചോദിച്ചു, ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലല്ലേ? ഞാൻ ഭാഗ്യ, ഇതാണ് സംഭവം, മനസ്സിലായില്ലേ നമ്മുടെ കാര്യങ്ങൾ? അറിയാം. ഇപ്രാവശ്യം എന്ത് രസമായിരുന്നു! എന്തോ ഒരു ആൾക്കാരാ വന്നത്. അതായത് മുഴുവൻ ആൾക്കാർ വരെയും അക്കോമഡേറ്റ് കഴിയില്ല. കാരണം എറണാകുളത്ത് അബാദ് പ്ലാസയിലായിരുന്നു. എന്തെല്ലാം നമ്മൾ പരസ്പരം വർഷങ്ങളോടെ ചിതറിക്കിടന്ന പല സുഹൃത്തുക്കളെയും കണ്ടുമുട്ടി നമുക്ക് സത്യം പറഞ്ഞ ആനന്ദ ബാഷ്പം ഉണ്ടാവും എന്ന് പറയില്ലേ, അങ്ങനെ ആയിപ്പോയി. ക്രമീകരിച്ച സീറ്റുകളിലല്ല ഞങ്ങളിരുന്നത്. ഇപ്പോൾ ഒരു 4-5 സീറ്റ് ഇരുന്നാൽ ഞങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കും, ഇങ്ങോട്ട് മാറിയിരിക്കും. പണ്ട് എന്താ ഇത്, എവിടെയായത്, അങ്ങനെ ഇങ്ങനെയൊക്കെ. ചിലരെ കണ്ടാൽ മനസ്സിലാവില്ല പ്രായം, ചിലരെ കണ്ടാൽ ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നു. അങ്ങനെ ആ മീറ്റിങ്ങിൽ സ്വയം പരിചയപ്പെടുത്തി ആദ്യം ഓരോരുത്തരും മൈക്ക് കൈ തന്നു. ഞാൻ ഇന്നയാൾ. അത് നല്ലതായിരുന്നു. കാരണം ഞങ്ങൾക്കെല്ലാം അറിയാം, 80കളിലുള്ള ഞങ്ങൾ മദ്രാസിൽ കൂടി പോയി 100 പേരാണ് ഞങ്ങൾ അങ്ങോട്ട് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും പരസ്പരം അറിയാം. ഈ തലമുറയിലുള്ള ആൾക്കാർക്ക് ഞങ്ങൾ അറിയില്ല, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവരറിയില്ല. പക്ഷെ അന്നുള്ള കാര്യങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയില്ലെങ്കിലും ഞങ്ങൾക്കറിയാം. എങ്കിലും സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. സന്തോഷമായിരുന്നു. നിറപ്പകട്ടില്ലാത്ത ഒരുപാട് ജീവിതങ്ങളെയും പേര് ഈ തീവണ്ടി പറയുന്നത് മദിരാശിയിലേക്കാണ്. ഒട്ടനവധി പേരുടെ നിറപ്പകട്ടുള്ള സ്വപ്നങ്ങൾ അവസാനിക്കുന്നത് കോടമ്പക്കത്തും. സിനിമ എന്ന മായിക ലോകത്തെ സ്വപ്നം കണ്ട് യാത്ര തുടങ്ങിയവർ ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ്. സംവിധായകനാകാൻ, ഛായാഗ്രഹണ കലയിലെ ചക്രവർത്തിയാകാൻ, എന്തിന് നിർമ്മാതാവായി സിനിമ എന്ന കലയിലൂടെ സമ്പന്നനാവാൻ വരെ എത്തിപ്പെട്ട ആയിരക്കണക്കിന് സ്വപ്നാടകർ 1960, 70, 80, 90 കാലഘട്ടം വരെ സിനിമയുടെ സ്വപ്നഭൂമി കോടമ്പക്കം തന്നെയായിരുന്നു. AVM, വാഹിനി, കർപ്പകം, വാസു സ്റ്റുഡിയോ, അരുണാചലം, ജെമിനി, വിജയ, ശ്യാമള സ്റ്റുഡിയോ, പ്രസാദ് സ്റ്റുഡിയോ എന്നിങ്ങനെ സിനിമയുടെ അകക്കാഴ്ചകളുടെ നിരവധി സങ്കേതങ്ങൾ നിറഞ്ഞ കോടമ്പക്കം. ഭാഷാഭേദമന്യേ എന്ത് വിശ്വാസത്തിലാണ് ഇവരൊക്കെ മദിരാശിയിലേക്ക് യാത്ര തിരിച്ചത്? കോടമ്പക്കം ചതിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലും ഒരുപാട് ആശകളും പേറി വന്നവർ അതൊന്നും സഫലമാകാതെ സിനിമാ മേഖലയിലെ ദിവസക്കൂലിക്കാരായി മാറിയ കാഴ്ചകൾ. ആ ഭാഗ്യവും ലഭിക്കാതെ വെയിലിൽ തളർന്ന് വിശപ്പിന്റെ കാഠിന്യത്തിൽ മറ്റ് ജോലികളിലേക്ക് തിരിഞ്ഞവർ. അങ്ങനെ നിഴൽ ചിത്രങ്ങളിലെ നിറക്കൂട്ടുകളാകാൻ വന്നവർ ഊരും പേരും നഷ്ടപ്പെട്ടവരായി മാറിയ നീറുന്ന കാഴ്ചകൾ. രക്ഷപ്പെട്ടവർ ചുരുക്കം. അവരുടെ ജീവിതം തങ്ങൾക്ക് ലഭിക്കുമെന്ന് ആഗ്രഹിച്ച് തള്ളി നീക്കിയ സിനിമാ സ്വപ്ന സാമ്രാജ്യത്തിലെ പ്രജകൾ പരസ്പരം സഹായിച്ചും തലോടിയും ഒരുപാട് സൗഹൃദങ്ങൾ. കാപ്പി കൂടി, അത് കഴിഞ്ഞ് ബൊഫേ, ഗന്ധക്കിടില്ലാം ബൊഫേ, വൈകുന്നേരം ചായ കൂടി, ഇതെല്ലാം ചുക്കാൻ പിടിച്ചത് ഭാഗ്യലക്ഷ്മി.
ഭാഗ്യലക്ഷ്മിയുടെ ഒപ്പം നമ്മുടെ മേനക സുരേഷ്, പിന്നെ നമ്മുടെ കല്ലൂർ ശശി, പഴയ പ്രൊഡക്ഷൻ കൺട്രോളർ, എന്നോടൊപ്പം 3-4 പടം വർക്ക് ചെയ്തതാണ്. പ്രൊഡ്യൂസറായി, ഡിസ്ട്രിബ്യൂട്ടറായി, ഇപ്പം സജീവമായിട്ടുണ്ട് കല്ലൂർ ശശി. അടുത്ത വർഷത്തേക്ക് അത് ഒരു വലിയ മഹാനായ ആളാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത്, എറണാകുളത്തുമല്ല, ചെന്നൈ, അതായത് ഞങ്ങളുടെ മദ്രാസ്, പഴയ മദ്രാസ്, അതാണ് ചെന്നൈ. KT കുഞ്ഞുമോനാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് നമ്മുടെ 80s ആൾക്കാരെ മുഴുവൻ അദ്ദേഹം അങ്ങോട്ട് ക്ഷണിക്കുന്നു. ഞങ്ങൾക്ക് താമസ സൗകര്യങ്ങളും ഭക്ഷണവും ഇതിനെല്ലാ സംഭവവും പുള്ളി സ്പോൺസർ ചെയ്യുന്നു. എന്ത് ചിലവാന്ന് നോക്കിക്കൊള്ളണം. പുള്ളിക്കാരൻ പങ്കെടുത്തു. അതിൽ വ്യൂവർഷൈൻ മണിയണ്ണൻ, സെഞ്ചുറി കൊച്ചുമോൻ, പിന്നെ എടുത്തു പറയത്തൊക്കെ ഒരുപാട് ആൾക്കറിയും. പേരെടുത്ത് പറഞ്ഞാൽ ചിലത് വിട്ടു. സെഞ്ചുറി കൊച്ചുമോന്റെ കാര്യം പറയാൻ കാരണം, എൻ്റെ ഗീതം പടത്തിൽ അദ്ദേഹമായിരുന്നു ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും. അദ്ദേഹവും രാജുച്ചാരും അവർ ബന്ധുക്കളാണല്ലോ. ആ സമയത്ത് സംഭവം, പണ്ട് ഞാൻ നാനയിലൊരു സംഭവം ഉണ്ടായി. അത് ഇന്ന് പ്രാവശ്യം അവിടെ ചോദിച്ചു, സാജൻ ഏതോ ഒരു ചാനലിൽ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ എന്തൊരു പ്രശ്നം ഉണ്ടായെന്നോ, മോഹൻലാലിന്റെ സീൻ മമ്മൂട്ടി വെട്ടിക്കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. കൊച്ചുമണിത് കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ പത്രക്കാർ എഴുതുമ്പം ഒരു ചാനലായിരുന്നു, അതിന്റെ എന്തോ ഒരു ബിൻ എന്നൊരു ചാനലുണ്ടല്ലോ, അവര് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സത്യമായിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അത് ഞാൻ നാനയിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് ഇത്രയും പടങ്ങൾ സംവിധാനം ചെയ്ത സാജൻ ഇപ്പം മമ്മൂട്ടിയെ കൊണ്ട് സംവിധാനം ചെയ്യുന്നില്ല എന്നാ ചോദിച്ചത്. പിന്നെ മമ്മൂട്ടി മോഹൻലാൽ അഭിനയിച്ച പടങ്ങളാണല്ലോ കണ്ടറിഞ്ഞ്, ഗീതം, ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്ത സാജൻ എല്ലാ പടങ്ങളും ഹിറ്റായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കുന്നു എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മൂട്ടി മോഹൻലാലും എന്ന് പറയുന്ന വ്യക്തികൾ എന്നോടൊപ്പം അഭിനയിച്ച സൂപ്പർ ഡൂപ്പർ ഹിറ്റായ പടമാണ് കണ്ടറിഞ്ഞു. ഗീതം അത്ര ഓടിയില്ല. അപ്പോൾ ഒരു ഗീതത്തിന്റെ കഥ ചർച്ചയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം യദു എന്നൊരു യതീന്ദ്രദാസ് എന്നോ മറ്റുള്ള കഥാപാത്രത്തിന്റെ പേര്, ഗീത ഡബിൾ റോളാണ്. അപ്പോൾ പണ്ടെങ്ങോ ഗീതയെ പ്രണയിച്ച് കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് ഒരു കുഞ്ഞ് ജനിച്ചിട്ട് കാണാതെ പോയ, മുങ്ങിപ്പോയ ഒരു കഥാപാത്രമാണ് നമ്മുടെ മോഹൻലാലിന്റെ കഥാപാത്രം. ഇപ്പം നമ്മുടെ തിലകേട്ടന്റെ മക്കളാണ് ഈ 2 ഗീതമാരും. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ കുട്ടിയെ തിരിച്ചു കിട്ടാനായിട്ട് വരുന്നു. ഇപ്പൊ ഈ കുട്ടി മമ്മൂട്ടിയുടെ യതീന്ദ്രന്റെ സംരക്ഷണയിലാണ്. അപ്പോൾ ആ കുട്ടിയെ പുള്ളിക്കാരൻ്റെ കൊണ്ടുപോകണം. മമ്മൂട്ടി ജീവന തുല്യം സ്നേഹിക്കുന്ന കുട്ടിയെ തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ അച്ഛൻ ആവശ്യപ്പെട്ട് വന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും കൊടുക്കണം. ഇത്രയും കാലം ഇയാൾ എവിടെയായിരുന്നു എന്നുള്ളതിന് മമ്മൂട്ടി ചോദ്യമുണ്ട്. 2 നല്ല കഥാപാത്രങ്ങൾ. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, എൻ്റെ കഥാപാത്രവും നല്ലതാണ്, ആ കഥാപാത്രം എന്നെക്കാളും നല്ല ഷൈൻ ചെയ്യുന്ന കഥാപാത്രമാണ്. തീർച്ചയായിട്ടും ഇക്കുരൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ മോഹൻലാലിനെ പോലെ ഒരാൾ തന്നെ വേണം, എന്നാലേ ഇക്കുരൽ നിൽക്കുള്ളൂ. എൻ്റെ കഥാപാത്രം അല്ലെങ്കിൽ ബോൾഡ് ആവില്ല. അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ മമ്മൂട്ടി അടുത്ത് പറഞ്ഞു, മമ്മൂട്ടി ഇത് 4-5 സീനേ ഉള്ളൂ മോഹൻലാലിന്. മാത്രമല്ല കഥാപാത്രം നെഗറ്റീവ് ഇമേജ് ഉള്ളതാണ്. അത് മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞാൽ എങ്ങനെ ചെയ്യുമോ? ഇല്ല, തീർച്ചയായിട്ടും മോഹൻലാലിന് മനസ്സിലാവും ഈ കഥാപാത്രം ഇങ്ങനെയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടത് സ്വന്തം കുട്ടിയാണെന്നും. അവസാനം മമ്മൂട്ടി കൊടുക്കാതെ പുള്ളി മടങ്ങിപ്പോകുന്ന ഒരു കഥാപാത്രമായിട്ടൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ SN സ്വാമിയും പറഞ്ഞു, ശരിയാണ്, സ്വാമിയാണ് എൻ്റെ സ്ക്രിപ്റ്റ് കഥ എഴുതിയത്. നമ്മുടെ AK സാജൻ എൻ്റെ പഴയ ഒരു നോക്ക് കാണാനൊക്കെ എഴുതിയല്ലോ, നല്ല കഥയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ എന്ത് ചെയ്ത്, പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് എൻ്റെ തമ്മിലിൻ്റെ പ്രൊഡ്യൂസർ തോമസ് മാത്യു, ഞങ്ങൾ തമ്പാച്ചൻ എന്ന് വിളിക്കും. തമ്പാച്ചൻ്റെ ഇളയ ബ്രദറാണ് സെഞ്ചുറിയുടെ രാജു മാത്യു. ഇവരുടെ കുടുംബക്കാരാണ്. അപ്പോൾ തമ്പാച്ചാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ ബന്ധുവാണ് അവിടെ എല്ലാം നടത്തുന്നത്, കൊച്ചുമോൻ, അവരുടെ ഷൂട്ടിംഗ് ഇപ്പോൾ കോട്ടയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പറഞ്ഞു നോക്കാം. അങ്ങനെ ഫോണിലൂടെ ഞങ്ങൾ ബന്ധപ്പെട്ടു. കൊച്ചുമോനുമായിട്ട് സ്വാമിയാണ് സംസാരിച്ചത്. സ്വാമി നേരെ ഇങ്ങനെ കഥാപാത്രം ഉണ്ടെന്നും ഇതിന് സവിശേഷതകളുണ്ടെന്നും മോഹൻലാലിനോട് ധരിപ്പിച്ചു. അപ്പം മോഹൻലാൽ പറഞ്ഞു, നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. മമ്മൂട്ടിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം മമ്മൂട്ടിയുടെ കഥാപാത്രം ഉടനീളം നിൽക്കുന്നെങ്കിൽ ഇത്ര ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള കഥാപാത്രം മമ്മൂട്ടി സജസ്റ്റ് ചെയ്തിട്ടാണെന്ന് ഓർക്കണം. വേറെ ആരുമല്ല, മോഹൻലാൽ തന്നെ വേണമെന്ന് മമ്മൂട്ടി പറഞ്ഞു. ഏതായാലും ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. മമ്മൂട്ടി പറഞ്ഞനുസരിച്ച് മോഹൻലാലിനെ ഞങ്ങൾ വരുത്തി. മോഹൻലാലിനെ കഥ പ്രത്യേകിച്ച് എഴുതി. അപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ ഇദ്ദേഹത്തെ നല്ലൊരു ഒക്കേഷൻ കൊടുക്കാനായിട്ട് ഈ തുണിയിലൊക്കെ പൊഞ്ഞൊരു സൈസ് ലിക്കർ ഉണ്ടാവുമല്ലോ, വർഷങ്ങളൊക്കെ പൊഞ്ഞുള്ള സംഭവം. വർഷങ്ങൾ വെച്ചാൽ 12-15 വർഷം വയ്ക്കുമ്പോഴത്തേക്ക് ഇത് വീര്യം കൂടുമെന്നൊക്കെ പറയുന്ന ഒരു 1.5 ലക്ഷം രൂപയൊക്കെ പറയുന്ന ഒരു മദ്യം ഉണ്ടല്ലോ,
അതുകൊണ്ടാണ് പുള്ളി വരവ്. അങ്ങനെ എന്ത് വെച്ചാൽ അതിരാവിലെ കൊച്ചുമോൻ 6 മണിക്ക് മോഹൻലാലിനെയും കൊണ്ട് കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് വരും. മമ്മൂട്ടി എറണാകുളത്ത് നിന്ന് ഇവിടെ വരും. 62 ഷോട്ടുണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത്. വലിയ സീനാണത്. കാരണം അത് കുറച്ച് കൊഴുപ്പിക്കണമല്ലോ. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ മമ്മൂട്ടിയുടെ ഭാഗങ്ങൾ, മോഹൻലാലിൻ്റെ ഭാഗങ്ങൾ, തനിയുള്ള ഭാഗങ്ങൾ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്യും. മോഹൻലാൽ വരുമ്പോൾ തന്നെ മോഹൻലാലിൻ്റെ ഭാഗങ്ങളിലെടുത്ത് ആനന്ദക്കുട്ടനാണ് ക്യാമറമാൻ, മിടുക്കനാണ്. എഡിറ്ററും കാര്യങ്ങളും സെറ്റൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ ലൈറ്റ് കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റിയൊക്കെ നോക്കിയിട്ട് യാതൊരു വിധം മമ്മൂട്ടിയുടെ ഭാഗത്ത് മമ്മൂട്ടി ഇല്ലെങ്കിലും മമ്മൂട്ടി ഉള്ള പ്രസൻസിലെടുക്കും. മോഹൻലാലുള്ളപ്പോൾ മമ്മൂട്ടിയുടെ പ്രസൻസിൽ മോഹൻലാലിൻ്റെ എടുക്കും. ഇത് 2 പേരും കൊണ്ട് ഷോട്ടുകൾ ഏതാണ്ട് 6-7 ഷോട്ട് മതി ആ കാലത്ത്. അങ്ങനെ നമുക്ക് ഈ സിനിമയിലുള്ള എക്സ്പീരിയൻസ് പറ്റും. ഗിമിക്സ് ഒന്നും കാണിക്കാതെ കമ്പൈൻ ഷോട്ട് എടുക്കുമ്പോൾ 2 പേരുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ തമ്മിലുള്ള ഷോട്ടുകൾ ഒരുമിച്ചെടുത്ത ശേഷം മോഹൻലാലിന് കറക്റ്റായിട്ട് അവിടേക്ക് ഷൂട്ടിംഗ് മുടങ്ങാതെ മടങ്ങി പോകാം. ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഒരു കമ്പൈൻ ഷോട്ടിൽ ഈ സംഭവം കുപ്പിയോടെ മേശപ്പുറത്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. അത് പോരാ നേരത്ത് മമ്മൂട്ടി ആക്രോശിച്ച് ഞാൻ കുഞ്ഞിനെ വിട്ടു തരില്ല എന്നൊക്കെ ആവും. എങ്കിലും പുള്ളിക്കാരൻ ചിരിച്ചും കൊണ്ട് അങ്ങോട്ട് മടങ്ങുമ്പം മമ്മൂട്ടി ഈ കുപ്പി എടുത്തിട്ട് പൊട്ടിക്കുമ്പോൾ മോഹൻലാൽ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, നോ നോ ഇറ്റ് ഈസ് ടു ബാഡ് എന്ന് പറയും. അത് മോഹൻലാലിൻ്റെ സ്വതസിദ്ധമായ സംഭവം നമ്മൾ അന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ മമ്മൂട്ടിക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവണം. അങ്ങനെയാണ് മോഹൻലാലിന് ഇഷ്ടപ്പെട്ടത്. പക്ഷെ മമ്മൂട്ടിയോട് ഇത്തരം സംഭവം ഞാൻ പറയാൻ വിട്ടുപോയി സത്യത്തിൽ. അങ്ങനെ അവരെ ഭാഗങ്ങൾ എടുത്തപ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ ഭാഗം എടുത്ത ശേഷം മമ്മൂട്ടി ചോദിച്ചു, എന്താ ഈ കുപ്പി കൊണ്ടിരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മമ്മൂട്ടി ഇല്ലെങ്കിൽ ആ പോർഷൻസ് എങ്ങനെ എടുത്തിരിക്കുന്നത്, ഈ കുപ്പി പുള്ളി ഞാൻ എല്ലാം വിവരിച്ചു. വേണ്ട അങ്ങനെ പുള്ളിക്കാരൻ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സമയം കൊണ്ടുവരിക വെച്ചിട്ട് പോട്ടെ എന്ന് കുഴപ്പമില്ല. പക്ഷെ എനിക്കിത് വേണ്ട എന്ന് പറയുമ്പം മോഹൻലാൽ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് മമ്മൂട്ടി പൊട്ടിക്കുക, എന്നിട്ട് ലാലിൻ്റെ കഥാപാത്രം തിരിഞ്ഞ് നോക്കിയിട്ട് നോ ഇറ്റ് ഈസ് ടു ബാഡ് എന്ന് പറയുമ്പം എൻ്റെ കഥാപാത്രത്തിന് എന്താണ് വെയിറ്റ്, അത് വേണ്ട എന്ന് പറഞ്ഞു. വേണ്ട വെച്ചാൽ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും ഞാൻ അത് അവോയ്ഡ് കൊണ്ട് എടുക്കാതിരിക്കാൻ പറ്റുമോ. അവസാനം പിന്നെ ഡബ്ബിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡബ്ബിങ് ചോദിച്ചു, മോഹൻലാൽ ചോദിച്ചു, അന്ന് ഞാനിങ്ങനെ ഒരു ബോട്ടിൽ കൊണ്ടുവന്ന് വെക്കലും അത് മമ്മൂട്ടി കഥാപാത്രം എഴുതി പൊട്ടിക്കുമല്ലോ, അവയെ തിരിഞ്ഞു നോക്കിയിട്ട് ഇറ്റ് ഈസ് ടു ബാഡ് ഞാൻ പറഞ്ഞല്ലോ. ആ ഷോട്ടൊക്കെ നിങ്ങൾ എടുത്തതല്ലേ, എവിടെ ഡബ് ചെയ്യാനുണ്ട്? അപ്പം എനിക്ക് പറയാൻ പറ്റുമോ, മമ്മൂട്ടി വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അതില്ല. അപ്പം മോഹൻലാൽ ചിന്തിച്ചു, ഓ ഇല്ലല്ലേ, ശരി കുഴപ്പമില്ല, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഡബിക്കാൻ കഴിഞ്ഞല്ലോ. ഇത് പറയുമ്പോൾ ഇന്റർനാഷണൽ ഹോട്ടലിൽ സ്വാമി നിപ്പുണ്ട് എൻ്റെ അടുത്ത്. എല്ലാം കഴിഞ്ഞ ശേഷം മോഹൻലാൽ ഒരു വാചകം പറഞ്ഞു, ശരി അപ്പോൾ നമ്മൾ തമ്മിൽ ഇനി ഒരുമിച്ചൊരു പടം വർക്ക് ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞു. സത്യത്തിൽ ആ ചോദിച്ചു, ഒരു സംവിധായകന് എങ്ങനെ മനസ്സിന് വേദനിക്കും. ഇത് ഞാനേ പറഞ്ഞു വർഷങ്ങളായി. ഇത് അന്ന് എന്ത് ചെയ്ത് ഈ എന്തോ ചാനൽ അവരത് വീണ്ടും ഇട്ടപ്പോൾ വീണ്ടും എന്നെ, അന്ന് ചാനലൊന്നും ഇല്ല, എന്നെ തെറിവിളിയോടെ കൈലാസം. അവസാനം സത്യം പറഞ്ഞ മോഹൻലാലിനെ ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ നിരപരാധിയാണെന്നുള്ളത്. മമ്മൂട്ടിക്ക് അറിയാം, മമ്മൂട്ടി മനഃപൂർവ്വം ചെയ്തതല്ല, അത് എഴുതി അവരെടുത്തൊക്കെ വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ട് മമ്മൂട്ടി മോഹൻലാലിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് ആൾക്കാർ കേട്ടത്. പക്ഷെ അങ്ങനല്ല. മമ്മൂട്ടി മോഹൻലാൽ ഇന്ന് എന്ത് സന്തോഷമായിട്ടെന്ന് കഴിയുന്നറിയാം. അതുപോലെ ഇപ്പം ഞാൻ ഈ നമ്പർ 80 മദ്രാസ് മെയിലിന് പോയപ്പം എല്ലാ ആൾക്കാരുള്ള സഹകരണം സ്നേഹമൊക്കെ എന്നറിയാമോ. മമ്മൂട്ടിയും നമ്മൾ കാണുന്ന പോലെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും ശത്രുക്കളൊന്നും അല്ല. അവരിപ്പോഴും മോഹൻലാൽ ഇച്ചാക്കാന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്ന കണ്ടാറുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ അതിശിച്ചു അത്ര സ്നേഹത്തിലാണ്. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ ഒരു 2 നായകനന്മാർ ഒരുമിച്ച് അഭിനയിക്കുമ്പം ഒരേ സമയത്ത് റിലീസ് ചെയ്യുമ്പം ഇവർ ഫാൻസുകാർ തമ്മിൽ ഭയങ്കര മത്സരമായിരിക്കും. നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളതുപോലെ 2-3 പാർട്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഘോരമായിട്ട് ഇത് മത്സരം കാണിക്കില്ലേ, അതുപോലെ അതിനേക്കാൾ ഉപരിയാണ് സിനിമയിലെ ഫാൻസുകാർ. ഈ ഫാൻസുകാർ ഉണ്ടെങ്കിലുള്ള ഗുണം വെച്ചാൽ 2 ധ്രുവങ്ങളിലായിട്ട് നിൽക്കുമ്പോൾ പടങ്ങൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടും. ഞാൻ മമ്മൂട്ടി ഫാനാടാ, ഞാൻ മോഹൻലാലിൻ്റെ ഫാനാടാ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട് കേട്ടോ, പടം വിജയിക്കും. അപ്പോൾ ഈ കാഴ്ചപ്പാടിലെ കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ കൊച്ചുമനോട് പറഞ്ഞത്, കൊച്ചുമൻ അന്ന് നിങ്ങൾ ചെയ്ത ഉപകാരങ്ങളുടെ കാര്യം പിന്നീട് എന്തൊക്കെയായി. ഇപ്പം അവസാനം എനിക്ക് പിടിച്ച വള്ളിയില്ല ചവിട്ടി കൊമ്പും ഇല്ലെന്ന് പറഞ്ഞ മാതിരി മമ്മൂട്ടിയും ഇല്ല, എനിക്ക് മോഹൻലാലും ഇല്ല. എന്തുകൊണ്ടാണ് മമ്മൂട്ടി മോഹൻലാൽ എനിക്ക് ഇപ്പം ഇല്ലാതെ പോയെന്നുള്ളത് മനസ്സിലായല്ലോ. ഇതേപോലെ കണ്ടിന്യൂ ഷൂട്ടിംഗ് സമയത്ത് മമ്മൂട്ടി മോഹൻലാലും ഉണ്ട്. ആ കഥാപാത്രം മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം മമ്മൂട്ടി പറഞ്ഞു, സാജൻ ഇത് എൻ്റെ കഥാപാത്രത്തിൽ വെയിറ്റ് ഒന്നും ഇല്ലെങ്കിൽ എന്നെ ഒഴിവാക്കിക്കൂടെ, അത് ലാലിൻ്റെ കഥാപാത്രമല്ലേ കുറച്ച് ബോൾട്ടാണ് നിൽക്കുന്നത്,
അത് എന്നെക്കാളും അഭിനയിക്കുന്ന എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്നെ ഒഴിവാക്കൂ. പക്ഷേ എങ്ങനെ ഒഴിവാക്കാം? നല്ല കഥാപാത്രമല്ലേ. മമ്മൂട്ടിക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. രണ്ടുപേരും ഈക്വലി ഗുഡാണ്. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സഹോദരിയായ മേനകയെ ചീത്തയാക്കിയിട്ട് പോകുന്ന, കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് പോയ ഒരു കഥാപാത്രമാണ് മോഹൻലാൽ. മാത്രമല്ല അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ വളരെ വിഷമങ്ങൾ ഒതുക്കി അഭിനയിക്കുന്ന ആളാണ് മമ്മൂട്ടി. മമ്മൂട്ടി 100% ആപ്റ്റാണുള്ളത്. മമ്മൂട്ടിക്ക് എന്തോ ഒരു വിഷമം തോന്നിയിട്ട് എന്നെ ഒഴിവാക്കി കൂടെ എന്നൊക്കെ ചോദിച്ചു. വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഉള്ളിൽ കഥാപാത്രങ്ങൾ എങ്ങനെ വേണം, ഏത് രീതിയിൽ പോകണം എന്ന് ശരിക്കും അനുഭവിച്ച് അറിയാവുന്ന ഒരാൾ തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഏതായാലും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ സംഭവത്തിന് അവിടെ 80 മദ്രാസ് മെയിൽ എന്ന സംഭവത്തിൽ ഓരോരുത്തർ പ്രത്യേകിച്ച് പ്രസവിച്ചു. മണിയമ്പിള്ള രാജു, കൃഷ്ണേന്ദ്രൻ, അംബിക, മേനക, പിന്നെ വിധുബാല, പിന്നീട് കുറെ അഭിനയിക്കുന്ന ആൾക്കാരും അഭിനയിക്കാത്ത ടെക്നീഷ്യൻസൊക്കെ സംസാരിച്ചു. ഒരുപാട് പേര്. മണിയമ്പിള്ള രാജുവിന്റെയും കെ മധുവിന്റെയൊക്കെ പ്രസംഗം നല്ല മനോഹരമായിരുന്നു. ചിരിച്ചു മണ്ണുകപ്പി പോകുന്ന രീതിയിലായിരുന്നു കെ മധുവിന്റെ പ്രസംഗം. പിന്നെ മേനയുടെ ഹസ്ബൻഡ് സുരേഷിന്റെ പ്രസംഗമാണെങ്കിൽ വളരെ തമാശയായിരുന്നു. ഇത്രയും തമാശ പറയൂ. അങ്ങനെ ഞങ്ങളുടെ മനോഹരമായിട്ടുള്ള സംഭവം കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഈ പഴയ ഓർമ്മ വന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് മമ്മൂട്ടി മോഹൻലാലിന്റെ ലൊക്കേഷനിൽ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന സംഭവമാണല്ലോ ഞാനിപ്പം നിങ്ങളുടെ ഇത് മുഴുവൻ പറഞ്ഞ് കേൾപ്പിക്കാനായിട്ട് ചെയ്തത്. അത് പല്ലിശ്ശേരി തന്നെ പറയട്ടെ. പണ്ട് നാനയുടെ എഴുത്തുകാരനായിരുന്നു പല്ലിശ്ശേരി. ഇപ്പം സ്വന്തമായിട്ട് മംഗളത്തിലോ മറ്റോ സിനിമാ മംഗളത്തിലോ മറ്റോ എഴുതുന്നു. പുള്ളി നല്ലൊരു പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ പ്രത്യേക ചാനലുണ്ട്. ആ ചാനലിന്റെ പേര് ഞാനിപ്പോൾ തൽക്കാലം മറന്നുപോയി. എങ്കിലും അടുത്ത പ്രാവശ്യം ഞാൻ പറയാം. സിനിമാ സംഭവങ്ങളായ കഥകൾ മനോഹരമായിട്ട് പല്ലിശ്ശേരി നല്ലതുപോലെ എഴുതുന്നുണ്ട്. ഞാൻ ഈയിടെ പല്ലിശ്ശേരി ചാനൽ കണ്ടപ്പോഴാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ പ്രശ്നത്തിൽ എന്താണെന്ന് പറ്റി ഞാനാലോചിച്ച് എന്ത് പറ്റി. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് സംഭവങ്ങളൊന്നുമില്ല, സുഖകരമായിട്ട്. ഞാൻ പണ്ട് ഈ പറഞ്ഞ മാതിരി നല്ല കാര്യങ്ങളാണ്. ഇനി ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ തന്നെ കാരണം ഇതിൽ ഞങ്ങളുടെ M80 മദ്രാസ് മെയിലിൽ ഓരോരുത്തരുടെ പ്രസംഗങ്ങളും കുറേശ്ശെ കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. നിങ്ങളുടെ സഹകരണം എനിക്കിപ്പോൾ ഉണ്ട്. ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും സന്തോഷിക്കുന്നു. എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്യുന്നെങ്കിൽ അതെനിക്ക് സന്തോഷമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ല നല്ല അനുഭവങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.